നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളം കൊലപാതകികളായ അമ്മമാരുടെ നാടായി മാറുകയാണോ? ചോദ്യം പൊതുസമൂഹത്തോടാണ്. അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദികൾ ആരാണ് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സമൂഹം വല്ലാത്തൊരു മൂല്യച്യുതിയിലേക്കാണ് വീഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടായ കുഞ്ഞുങ്ങൾ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ സ്വന്തം മക്കളെന്നാണ് പറയപ്പെടുന്നത്, അല്ലെ? ഒരു പ്രായം വരെ അവർ ദൈവത്തിന്റെ മക്കളാണ്. ആ മക്കളെ നിഷ്ഠൂരം കൊന്നൊടുക്കുന്ന അമ്മമാരുടെ സമൂഹമായി, അമ്മമാരുടെ സംസ്ഥാനമായി ഇന്ന് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. മാസത്തിൽ 2 എന്ന കണക്ക് വെച്ചാണ് ഇന്നിപ്പോൾ നവജാത ശിശുക്കളുടെ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മരണം എന്ന് പറയാൻ പറ്റില്ല. ഈ മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെ 5 കുട്ടികളുടെ, ഒരു 10 കുട്ടികളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഒരാൾ പോലും കയ്യബദ്ധത്തിന് മരിച്ചതല്ല. കഴുത്ത് ഞെരിച്ചും വായിൽ തുണി തിരികെ കയറ്റിയും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയ നവജാത ശിശുക്കളുടെ വിവരങ്ങളാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കൊലപാതകികളാകട്ടെ അമ്മ എന്ന പദത്തിന്റെ അർത്ഥങ്ങളെ, മാനങ്ങളെ കാറ്റിൽ പറത്തിയ, അല്ലെങ്കിൽ അതിന് വേറെ മാനങ്ങൾ കൊടുത്ത ആ സ്ത്രീകൾ തന്നെ. ആ കൊടൂര പ്രവൃത്തികൾ ഒന്നും കാമുകന്മാരോ അച്ഛന്മാരോ ഭർത്താക്കന്മാരോ അല്ല ചെയ്തിരിക്കുന്നത്. ആ പ്രവൃത്തികളെല്ലാം തന്നെ പ്രിയപ്പെട്ട അമ്മ എന്ന ലേബലുള്ള സ്ത്രീകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 18-നും 25-നും ഇടയിലുള്ള മിക്ക കൊലപാതകികളും അമ്മയെ കൊലപാതകി തന്നെ എന്ന് നമുക്ക് വിളിക്കേണ്ടി വരും. കാരണം അവരെ കുഞ്ഞിനെ കൊടൂരമായി കൊന്നവരാണ്. ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ആ കുറ്റം ഏറ്റുപറയുന്നവർ. ഞാൻ കൊന്നു, എനിക്ക് മറച്ചു വെക്കണമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇത് സഹിക്കാൻ പറ്റിയില്ല, എന്റെ കാമുകൻ എന്നെ ചതിച്ചു, അതുകൊണ്ട് ഞാൻ കൊന്നു, എനിക്ക് ഇവളെ വളർത്താൻ വയ്യ, അല്ലെങ്കിൽ ഇവനെ വളർത്താൻ വയ്യ, ആ കുഞ്ഞിന്റെ മുഖം എന്ന് തിരിച്ചുപോലും ആകാതെ അതിനെ ഒന്ന് നൊന്ത് പ്രസവിച്ചതാണ്. എന്തായാലും പ്രസവവേദന ഇല്ലാതെ ഒരു സ്ത്രീയും ഇന്നും ലോകത്തിൽ, ഒരിക്കലും ലോകത്തൊരിടത്തും ഒരു സ്ത്രീയും വേദന ഇല്ലാതെ പ്രസവിച്ചിട്ടുണ്ടാവില്ല, അല്ലെ? അതുകൊണ്ട് തന്നെ ആ പ്രസവ വേദനയ്ക്കും ആ ത്യാഗത്തിനുമൊന്നും പുതിയ മാനങ്ങൾ വന്നിരിക്കുകയാണ്. അതായത് പ്രസവിക്കുന്നത് തന്നെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി എന്ന ലെവലിലേക്ക് നമ്മുടെ നാട്ടിൽ ഇന്റർനെറ്റിന്റെ അതിപ്രസരം വന്നിട്ട് വാട്സപ്പിന്റെ അതിപ്രസരവും അതും കടന്ന് ഇന്നിപ്പോൾ ഇൻസ്റ്റാഗ്രാമിന്റെ അതിപ്രസരത്തിലേക്കാണ് നമ്മുടെ യുവതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. പല കൊലപാതക വ്യവഹാരങ്ങളുടെയും പുറകെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവാവുമായി അടുപ്പത്തിലായി, പ്രണയത്തിലായി, അയാൾ ലൈംഗികമായി ഉപയോഗിച്ചു, ലൈംഗികമായി പീഡിപ്പിച്ചു. പക്ഷേ ഇതെല്ലാം ഒരു പ്രാവശ്യം കൊണ്ട് പീഡനത്തിലുണ്ടായതല്ല. പലവട്ടം ഉപയോഗിച്ചു, പിന്നീട് ഒരു അബദ്ധത്തിൽ ഇങ്ങനെ സംഭവിച്ചു, അതിനുശേഷം പ്രഗ്നന്റ് ആവുന്നു. അതിലെ ഏറ്റവും വലിയ ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഈ വീട്ടുകാരും ഇത് അറിയുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇത് കുറ്റക്കാരാരാണ് ഇതിന്റെ പിന്നിൽ? ഇങ്ങനെയുള്ള അപരാധങ്ങൾ സംഭവിക്കുമ്പോൾ ഇതിനാരെയാണ് നമ്മൾ ദോഷം പറയേണ്ടത്? നമ്മുടെ വിദ്യാഭ്യാസ നയത്തെയാണോ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ വളർത്തു ദോഷത്തെയാണോ, അതോ ഇന്റർനെറ്റ് എന്ന സമൂഹ മാധ്യമങ്ങളെയോ സിനിമയെയാണോ? ആരെയാണ് നമ്മൾ കുറ്റം പറഞ്ഞ് പഴിചാരേണ്ടത്? കാരണം മിക്ക വാർത്തകളിലും നമുക്കറിയാൻ സാധിക്കുന്നത് ഇതൊന്നും മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല. അതായത് നമ്മൾ കേട്ട് മറന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, എക്കാലവും സത്യവും ഗർഭവും പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് പറയുന്ന ആ കാലത്തിൽ നിന്ന് സത്യം അവിടെ നിൽക്കട്ടെ, മാറ്റിവെക്കാം. ഗർഭം എങ്ങനെയാണ് 9 മാസം വയറ് വീർത്തിരിക്കുന്ന ഒരു കുട്ടിയുടെ ഗർഭത്തെ മറയ്ക്കാൻ? നാട്ടുകാരുടെ കാര്യം പൊക്കോട്ടെ, എങ്ങനെയാണ് വീട്ടുകാർക്ക് അത് മറയ്ക്കാൻ സാധിക്കുന്നത്? നൊന്ത് പ്രസവിച്ച ഒരമ്മയുടെ മകളായിരിക്കുമല്ലോ ഈ കൊലപാതകിയായ അമ്മയും. ആ അമ്മയ്ക്ക് എങ്ങനെയാണ് അവളെ അങ്ങനെ കണ്ടാൽ മനസ്സിലാവാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഒരു മാസമുറ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരു കൊലപാതകത്തിൽ, അതായത് കൊച്ചി പനമ്പള്ളി നഗറിലെ ഒരു ആഡംബര ഫ്ളാറ്റിൽ നിന്ന് 4ാമത്തെ നിലയിൽ നിന്ന് സ്വന്തം കുഞ്ഞിനെ നിഷ്കരുണം വലിച്ചെറിഞ്ഞു കൊന്ന ആ സ്ത്രീ, അല്ലെങ്കിൽ ആ പെൺകുട്ടി, സ്ത്രീ എന്ന് പോലും പറയാനുള്ള പ്രായം അവർക്കില്ല, ആ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞത് ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ചോര കണ്ടപ്പോൾ അവർ ചോദിച്ചിരുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ മാസമുറയെ കുറിച്ച്. ഇതൊന്നും തിരിച്ചറിയാനാവാത്ത വൈകല്യമുള്ള അമ്മമാരാണോ ഈ പെൺകുട്ടികളുടെ അമ്മമാർ? ഇനി അതാണോ, അങ്ങനെ വളർത്തിയത് കൊണ്ടാണോ ഈ സ്ത്രീകളും ഇങ്ങനായി തീർന്നത്? അതും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആലപ്പുഴയിൽ വന്ന വാർത്ത, തകഴിയിലെ കുന്നുമേൽ നിന്നാണ് ആ കുഞ്ഞിന്റെ മൃതദേഹം കിട്ടിയത്. ചേർത്തല പൂച്ചാക്കലിൽ നിന്നാണ് ഈ പെൺകുട്ടി, ഡോണ എന്ന് പറഞ്ഞ പെൺകുട്ടി. കാരണം ഇവരുടെ ഒന്നും പേരുകൾ പറയാതിരിക്കാൻ തോന്നില്ല. എന്തിനു പറയാതിരിക്കണം? കാരണം ഇത് ക്രൂരമായ കൊടൂരതകൾ. കാരണം അവർ മരിച്ചു പോയിട്ടില്ല, അവർ ഇനിയും ജയിലിൽ കഴിയും. 14 വർഷത്തെ ഒരു ശിക്ഷ കിട്ടുകയാണെങ്കിൽ ജയിൽവാസത്തിന് ശേഷം ഇനിയും നാട്ടിലിറങ്ങി നടക്കും. വേറെ ഏതെങ്കിലും ഒക്കെ ഗർഭം ധരിച്ച് ഏതെങ്കിലും ഒക്കെ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു ചിലപ്പോൾ കളയുമായിരിക്കും. അത്രയ്ക്ക് മനസ്സിനുടമയാണ് ഇത്ര ചെറുപ്രായത്തിൽ തന്നെ. അവരൊരു ഫോറൻസിക് സയൻസ് പഠിച്ച വിദ്യാർത്ഥിനിയാണ്. അത് പഠിക്കുന്ന സമയത്താണ് ഈ പറയുന്ന കാമുകനുമായി പരിചയത്തിലാകുക. അതുപോലെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്
ഇതെല്ലാം ചെയ്യുന്നത്. പനമ്പള്ളി നഗർ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ ഏറ്റവും ആഡംബരമായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് ഒരു അറിവ്. അവിടുത്തെ ഒരു ഫ്ലാറ്റിൽ നിന്നുകൊണ്ടാണ് ആ പെൺകുട്ടി നിസ്സാരപ്പെട്ട ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലുള്ള അതിന്റെ കവറുകളിൽ അത് പൊതിഞ്ഞ് താഴേക്ക് വലിച്ചെറിഞ്ഞ CCTV ദൃശ്യങ്ങൾ ഇന്നും ഒരു ഉൾക്കിടലത്തോടെ മലയാളിക്ക് ഓർത്തിരിക്കാൻ സാധിക്കുകയുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം കുഞ്ഞിനെ ഏതാണ്ട് കല്ലിലടിച്ച് തലക്കടിച്ചു കൊന്നു കളഞ്ഞൊരു അമ്മയെ കുറിച്ച് വളരെ വേദനയോടെ രോഷം കൊണ്ട അമ്മമാരുടെ നാടാണിത്. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം അത് തന്നെയല്ലേ പിന്നെയും ആവർത്തിക്കുന്നത്, അത് കൂടിക്കൊണ്ടിരിക്കുന്നു. അതൊന്നും ഒറ്റപ്പെട്ട സംഭവമായിരുന്നെങ്കിൽ അന്ന് നമ്മൾ ചോദിക്കും എങ്ങനെ സ്വന്തം കുഞ്ഞോട് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്ന ചോദ്യങ്ങൾ അന്നും പല തലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നു. അമ്മയുടെ മാനസികാവസ്ഥ മോശമാണ്, അമ്മ അങ്ങനാണ് ഇങ്ങനാണ്. ഒരു പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ, എന്തായാലും നിങ്ങൾ പ്രസവിച്ചു, കൊല്ലാൻ തോന്നുന്ന സമയത്ത് ഇത്രയൊക്കെ തോന്നിയവാസങ്ങൾ ഇത്രയെല്ലാം ചെയ്യുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആ കുഞ്ഞിനെ, അതായത് 9 മാസം വയറ്റിൽ ചുമന്നിട്ടാണ് ഓരോ സ്ത്രീയും ഈ പറഞ്ഞ ഓരോ കൊലപാതകികളും ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, പുറത്തേക്ക് വരുന്നത് അപ്പോഴാണ്. അപ്പോ അങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ അവർക്ക് എന്തുകൊണ്ട് ആ കുറഞ്ഞധികം ഇത്രയൊക്കെ കള്ളത്തരങ്ങൾ ചെയ്യാമെങ്കിൽ, ഇത്രയെല്ലാം അടവുകൾ പയറ്റാമെങ്കിൽ, കാമുകനുമായി പോയി ഗർഭധാരണം നടത്തി ഇതെല്ലാം ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു കുരുന്ന് ജീവൻ രക്ഷിച്ച് ഏതെങ്കിലും അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കാൻ അവർക്ക് തോന്നുന്നില്ല? അതിനർത്ഥം അവരുടെ സാഹചര്യങ്ങളല്ല, അവരുടെ മനസ്സാണ് ഇതെല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് തന്നെയാണ്. കൊടൂരമായി ഈ മനസ്സ് എങ്ങനെയാണ് അമ്മമാരാകുന്ന ഗർഭിണികളാകുന്ന യുവതികൾക്ക് വരുന്നെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് നേരെ കുറെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലേ. പോസ്റ്റ് പാർട്ടം സിൻഡ്രോം, ഇതെല്ലാം പോസ്റ്റ് പാർട്ടം സിൻഡ്രോമിന്റെ സിഗ്നൽസ് ആണോ? ഇതെല്ലാം ഈ വൃത്തികേടുകൾ കാണിച്ച പിഞ്ചു കുഞ്ഞുങ്ങളെ നിർബാധം കഴുത്ത് ഞെരിച്ചു കൊന്ന, ശ്വാസം മുട്ടിച്ചു കൊന്ന, തലക്കടിച്ചു കൊന്ന അമ്മമാരെല്ലാം പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്ന സിൻഡ്രോമത്തിന്റെ ഉദാഹരണമാണോ? ഒരിക്കലും അത് പറയാൻ സാധിക്കില്ല. കാരണം ഇതിനു മുമ്പും നമ്മൾ ഒരു സയന്റിഫിക് നെയിം ഇട്ട് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ നെയിം ഇട്ട് ഇതിനെ വിളിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു അവസ്ഥ മിക്ക അമ്മമാരിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊരിക്കലും അവരുടെ കുഞ്ഞിനെ കൊന്നുകളയാൻ മാത്രം ഒരു ലെവലിലേക്ക് അത് പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒന്നോ ഒറ്റപ്പെട്ടോ സംഭവങ്ങൾക്കിപ്പുറം ഇന്ന് പർപ്പസ്ഫുള്ളി തങ്ങളുടെ സ്വന്തം സ്വാർത്ഥതയ്ക്കായിട്ട്, തങ്ങളുടെ മാനം രക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ തന്റെ കാമുകനോടുള്ള പ്രതികാരം, അല്ലെങ്കിൽ തന്റെ കാമുകനെ രക്ഷിക്കാൻ, കല്യാണത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഇതെല്ലാം ചെയ്യുന്നത് ഇന്നിപ്പോ നവജാത ശിശുക്കളാണ് ഇരകളായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മാധ്യമത്തിന് അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹം എന്ന നിലയിൽ തോന്നുന്നത്, ഉറപ്പായിട്ടും നമ്മൾ ഇതിനൊരു ചികിത്സ നമ്മുടെ സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു കടമയുണ്ട്. തീർച്ചയായിട്ടും മെഡിക്കൽ ആരോഗ്യ രംഗത്തുള്ളവരായാലും അധ്യാപകരായാലും ആര് തന്നെ ആയാലും ഇതിന് തീർച്ചയായിട്ടും ഒരു തടയിടേണ്ട കാലം അതിക്രമിച്ചു. കാരണം ഇന്ന് രാവിലെയും പത്രം തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് ബാഗിൽ പൊതിഞ്ഞ് നവജാത ശിശുവിന്റെ മൃതദേഹം തൃശ്ശൂരിൽ കണ്ടെത്തി എന്നിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ തൊട്ടടുത്ത ജില്ലകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനൊരു അറുതിയില്ലേ, ഇതിനൊരു അവസാനമില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഇനിയൊരു പുതുതലമുറ ഇല്ല. നവജാത ശിശുക്കളിലൂടെ നമ്മൾ എല്ലാവരും ഒരു കാലത്ത് നവജാത ശിശുക്കളായിരുന്നു. അങ്ങനെ നവജാത ശിശുക്കളായി വളർന്ന് പന്തലിച്ചാണ് നാം എല്ലാം ഇന്ന് കാണുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് നല്ലൊരു തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ നമ്മുടെ പെൺകുട്ടികളുടെ മാനസിക ആരോഗ്യം, അവരുടെ നല്ല നടപ്പും തീർച്ചയായിട്ടും നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും സർക്കാരും നമ്മുടെ സമൂഹവും ഇതിനു വേണ്ടി പ്രയത്നിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നന്ദി.